Welcome to Mol Mathew's Kitchen and Garden. ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഓട്സ് ഉപ്പുമാവിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ കട്ട് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ഒട്ടും കുഴയാതെ നല്ല പാകത്തിന് കിട്ടും. കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക്. വെജിറ്റബിളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റും മഷ്റൂമും അസ്പരാഗസുമാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്കെടുക്കാം. ക്യാബേജോ ബീൻസോ ഒക്കെ എടുക്കാം. ചെറിയുള്ളി 8 എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 സ്പൂൺ കടുക്, 1 സ്പൂൺ പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന്. പരിപ്പും ഉഴുന്നും ഓപ്ഷണലാണേ, നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ കൂടെ ചേർക്കാൻ വേണ്ടിയാണ്. വെള്ളം, ഉപ്പ്. ആദ്യം 1 കപ്പ് ഓട്സ് 2.5 കപ്പ് വെള്ളത്തിൽ നിന്ന് വേവിച്ചെടുക്കാവേ. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകും ഉഴുന്നും പരിപ്പും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. തീരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയുള്ളി, ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കി ചേർക്കണേ, കാരണം നമ്മൾ ഓട്സ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാം. ഞാൻ ഉപ്പുമാവിന് മഞ്ഞൾ ചേർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പച്ചക്കറികൾ മഞ്ഞളിട്ടാണ് കഴുകിയെടുത്തത്. നമ്മൾ കൃഷി ചെയ്യുന്നില്ലാത്ത പച്ചക്കറികളാകുമ്പം മേടിക്കുന്നതാകുമ്പം
അത് മഞ്ഞളിട്ട് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് വഴന്ന് കുക്കായി കിട്ടും. പച്ചമുളകും വറ്റൽമുളകും ചേർക്കാം. പച്ചമുളക് ആദ്യമേ തന്നെ എണ്ണയിൽ വഴറ്റുമ്പം ചേർക്കാം. പക്ഷേ എനിക്ക് ഒത്തിരി പച്ചമുളക് ഇങ്ങനെ കുക്കായി പോകേണ്ട ആവശ്യമില്ല. ഇവിടെ കുട്ടികൾക്ക് ഒത്തിരി എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ അവസാനം ചേർക്കുന്നത്. എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് ഇളക്കിയേ വേണ്ടൂ. ഇനി ഉപ്പ് പാകമാണെന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. ഓട്സ് നല്ല ഹെൽത്തി ആണല്ലോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.